എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികം. ഞാനിപ്പോൾ നിൽക്കുന്ന നെടുമങ്ങാട് നിന്നും 4 കിലോമീറ്റർ അകലെ നിതിൻ രാജിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, മരണ വീട്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. മരണ വീടായതുകൊണ്ടാണ് ഞാൻ ഉയരോട്ടിന് വീഡിയോ എടുക്കാത്തത്. താഴെയാണ് നിൽക്കുന്നത്. നമ്മൾ അച്ഛനും അമ്മയായിട്ട് സംസാരിച്ചു. തിങ്കളാഴ്ച രാവിലെ ഓടാനുള്ള തീരുമാനമാണ്. കായിക തരങ്ങളാണ് ഓടാനുള്ള തീരുമാനം. 3 പേര് ചേർന്നാണ് ഓടുന്നത്. 5-6 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നെടുമങ്ങാട്. ആ ദൂരം ഓടാനാണ് തീരുമാനം എന്ന് പറയാം. അപ്പോഴും അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ വീട്ടിൻ്റെ റോഡിലാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും നൽകുന്ന ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്ന. അച്ഛൻ എല്ലാം അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. 5 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ തൂക്കിയിട്ടില്ല. ഇന്ന് ചടങ്ങായിരുന്നു, തളിയായിരുന്നു, ചടങ്ങായിരുന്നെന്ന് പറഞ്ഞിരുന്നു. ചടങ്ങ് കഴിഞ്ഞ് ഇപ്പം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ റോഡ് സൈഡിൽ നിന്നാണ് ആ വാർത്ത എടുക്കുന്നത്. മരണവിട്ടായിരുന്ന പിന്നെ അവിടെ അകത്തിരുന്ന് വാർത്ത എടുക്കാത്തെന്ന് പറയാം. ഇപ്പോൾ നമ്മളോട് ഒരു ദേശീയ കായിക തരം നമ്മളെ കൂടെ ഇപ്പോഴും ഉണ്ട്. ആ കായിക തരത്തിലൂടെ തന്നെ നമുക്ക് ചോദിക്കാം കാര്യങ്ങൾ. എന്താണ് പേരെന്തോന്നാണ്? എൻ്റെ പേര് ഗംഗാനൂർ ശ്രീനിവാസനാണ്. ഒരു ഡോക്ടർ എന്നുള്ള മോഹവുമായി നിതിൻ രാജ് നെടുമങ്ങാട് സ്വദേശത്തു നിന്ന് കണ്ണൂരേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് അയാളുടെ നിശ്ചലമായ ശരീരവുമായാണ് നിതിൻ രാജ് വീട്ടിലേക്ക് കടന്നത്. ഇതിനെ പ്രതിഷേധിച്ച് ഇതിന് കാരണക്കാരായ ഡോക്ടറും സാറന്മാരെയും ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സർക്കാർ ഒളിച്ചു കളിക്കുന്നതാണോ, കേരള പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടാണോ അല്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. അനേക കുഞ്ഞുമക്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ പോകുകയാണ്. അവിടെ നിശ്ചലമായ ശരീരവുമായി ഇനി തിരിച്ചൊരിക്കലും വരാൻ പാടില്ലെന്ന് ആവശ്യപ്പെട്ടു. ശരീരവും മറ്റാണ് തിരിച്ചു. അതെ അതെ അതെ. അപ്പൊ ഒരു മോൻ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞില്ലേ പോയത്? അച്ഛനും അമ്മ. അതെ അതെ. അപ്പോ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരെ വധശിക്ഷ അവർക്ക് നൽകണമെന്ന് ഒരു പരമോന്നത കോടതിയുടെ വധശിക്ഷയ്ക്ക് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ കായിക താരങ്ങളായ ധർമ്മചോരം ബാഹുലയും ഗംഗാനൂർ ശ്രീനിവാസൻ, ബിനു എന്നീ കായിക താരങ്ങൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നിതിന്റെ കുടുംബത്തിൽ നിന്നും നെടുമങ്ങാട് സർക്കാർ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാരത്തോൺ സംഘടിപ്പിക്കുകയാണ്. ഈ കറുത്ത എന്ന് എന്താണ് ഇപ്പൊ ഈ അധ്യാപകൻ പറഞ്ഞത്? കറുത്ത വർക്ക് എന്താണ് അത് ഉദ്ദേശിച്ചത്? ജാതി എന്നുള്ള വിഷയമാണ് അതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. കറുത്തവർ വെളുത്തവർ എന്നുള്ള നിങ്ങൾക്ക് ജാതിയുടെ പ്രശ്നത്തിൽ ഈ കായിക മത്സരത്തിൽ വല്ല കുഴപ്പമുണ്ടോ ചെയ്തപ്പം? ഈ ജാതിയുടെ പ്രശ്നമുണ്ടോ? ജാതിയുടെ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി പ്രശ്നങ്ങളുണ്ട്. ചെറുതായിട്ടൊന്ന് പറയാമോ? ജാതി പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പട്ടികജാതിക്കാരുടെ ഇടയിൽ തന്നെ ജാതി പ്രശ്നങ്ങളുണ്ട്. അത് അവരുടെ സ്ഥാപനങ്ങളിലും ജാതി പ്രശ്നങ്ങളുണ്ട്. അതും സർക്കാർ അന്വേഷണം നടത്തണം. പലരും ഇത് പുറത്തു പറയാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുമകനും ഇത് സംഭവിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ജാതി വിവേചനം തുടച്ചു നീക്കാനുള്ള സംവിധാനങ്ങൾ കേരള ജനത ഒറ്റക്കെട്ടായിട്ട് പോരാടണമെന്നാണ്. ഈ ഇടതുപക്ഷം പറഞ്ഞ ജാതി ഇല്ലെന്നില്ലേ പറയണത്? പിന്നെ എങ്ങനെയാണ് ജാതി ഇപ്പോഴും ജാതി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്? ഇല്ല, അങ്ങനെ വിഷയമില്ല. ഇടതുപക്ഷമായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ജാതി ഉണ്ട്, ജാതി വിവേചനമുണ്ട്. അവരെ പല ഘട്ടത്തിലും അവരെ ജാതിയുടെ വിഷയത്തിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. തന്നെ. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ വെള്ളയാണി അയ്യങ്കാളി കായിക സ്കൂളില് വർക്ക് ചെയ്യുക. ഇപ്പൊ എന്നാണ് ഓടുന്നത്? തിങ്കളാഴ്ച. കേരളത്തിന് അനേക കുഞ്ഞുമക്കൾക്കെതിരെയായിട്ടുള്ള അനേക ദുഷ്പ്രവർത്തനങ്ങളും. എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? പ്രതികളെ അറസ്റ്റ് ചെയ്യാനാണ്. കേരള പോലീസ് ഇപ്പോൾ ഇരുട്ട് തപ്പുന്നുണ്ടോ? തപ്പുന്നുണ്ട്. അതെ. ഇരുട്ട് ഇത് കേരള പോലീസ് ഏത് കേസോ ഒരു ദിവസമോ അല്ലെ 2 ദിവസം കഴിയുമ്പോൾ പിടിക്കുന്ന കേരള പോലീസ് ഇത് വലിയ വമ്പൻ തിമിംഗലങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ പ്രതിഷേധ മാർഗം. ഞാൻ ചോദിക്കട്ടെ, ഈ അധ്യാപകരെ അടിക്കാൻ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ മതിയല്ലോ, വേറെ ഒരു ആളും വേണ്ടല്ലേ? കണ്ണൂര്
ഇത്രയും സംഭവം ചെയ്തിട്ട് ഈ അധ്യാപനം അവിടെ ഇത്രയും കാലം ഇവിടെ എങ്ങനെ ഇരുത്തിയിരുന്നു? അതെ അത് യൂണിയൻ വിഷയങ്ങൾ, SFI KSU എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് അതിനകത്ത്. മക്കളെ തല്ലിക്കൊല്ലുക, രാഷ്ട്രീയ മുന്നിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് മക്കളുള്ളതാണ്. അതിലും യൂണിയൻ വ്യവസ്ഥയിലേക്കൊന്ന് ഇപ്പം തന്നെ വയനാട്ടിൽ മരണപ്പെട്ട ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ അതും നെടുമങ്ങാടുകാരനാണ്. അതിൻ്റെ കേസ് ഏതുവരെ എത്തി? അതുമൊന്നും ആവാത്ത കണ്ടീഷനാണ്. വയനാട് വെറ്റിനറി കോളേജിൽ പഠിക്കാൻ പോയ ആ വിദ്യാർത്ഥി മരണപ്പെട്ടില്ലേ? നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ സുഖമായി എന്ന് വിലസുകയാണ്. ഇത്തരത്തിലുള്ള ഇന്ന് നാളെ ഇതിന് മറ്റൊരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് ഇതിലൂടെ പറയുന്നത്. നിതിൻ രാജിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി. അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അച്ഛനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വാടാക്കി താമസിക്കുന്ന വീട്ടിലാണ് നമ്മൾ പോയത്. ആൾക്കാരെല്ലാം ഇരിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. മോനെ ഡോക്ടറെന്ന് ആക്കണമെന്നുള്ള അമ്മയുടെ അച്ഛൻ്റെ മോഹം ചേതനയേറ്റ ശരീരവുമായിട്ടാണ് തിരിച്ച് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്ര കണ്ണീരിൻ്റെ ബഹളമാണ്, മരണവീടാണ്. അതാണ് നമ്മൾ വീഡിയോ പോലും അകത്തിരുന്നെടുക്കാത്തത്. തിങ്കളാഴ്ച ഓടാനുള്ള ഉദ്ദേശമാണ് കായിക താരങ്ങൾ, ഒരു കൂട്ടം കായിക താരങ്ങൾ ശ്രീനിവാസനും ബാഹുലേനും ബിനു ഓടാനാണ് ഉദ്ദേശം എന്ന് പറയാം. നമ്മളിപ്പോൾ ഈ വീട്ടിൻ്റെ നടയിൽ ഇപ്പോൾ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളും നൽകുന്നത്. ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് തൂക്കണം, അല്ലെങ്കിൽ പ്രതിഷേധ ഓട്ടം ആദ്യം നെടുമങ്ങാട് വരെയാണ് നമ്മൾ ഓടുന്നത്. അതിൽ പ്രതികളെ തൂക്കിലേക്ക് രണ്ടാമത് ഓടുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഓടുന്ന പ്രതികളെ തൂക്കിയിലേക്ക് എന്ന് നമുക്ക് പറയാം. ഇത്രയും ദിവസമായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടും ചടങ്ങ് കഴിഞ്ഞിട്ട് പോലും പ്രതികളെ തൂക്കാൻ പോലീസ് ഇരുട്ടു തപ്പുന്നുണ്ടോ? എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ.